രക്ഷിക്ക്. ഇതാണ് എന്റെ കുടുംബം, എന്റെ സന്തോഷം. ചട്ടമ്പി പാറു ഇന്നു മുതൽ എല്ലാ ദിവസവും രാത്രി 7:30 നമ്മുടെ സ്വന്തം സൂര്യ ടിവിയിൽ. എടി, നിന്റെ കുഞ്ഞിന്റെ കാര്യമൊക്കെ നീ കട്ടെടുക്കുന്നതിന് മുമ്പ് ആലോചിക്കണമായിരുന്നു. സ്വന്തം കൂടപ്പറപ്പിനെ പോലെയല്ലേ ഞാൻ നിന്നെ കരുതിയത്. എന്റെ മോളുടെ കല്യാണത്തിന് തുണി എടുക്കാനായി പോകുമ്പോ ആ നിലയ്ക്ക് തന്നെയാ നിന്നെ ഞാൻ കൂടെ കൂട്ടിയത്. ആ എന്നെ പോലും നീ നാണം കെടുത്തിയില്ലേ? ചതിച്ചില്ലേടി നീ? നീ ചെയ്ത ഈ കൊടും ചതി കാരണം എന്റെ ശിവേണ്ണ പഴി കേൾക്കേണ്ടി വന്നത്. അതിന് നീ ആരോട് സമാധാനം പറയും? പറയടി, സമാധാനം പറയും. ഇവളുടെ രണ്ട് കൈ വെട്ടി എരിയണം, അതാ വേണ്ടത്. മതിയാക്ക് പത്മിനി. ആരുടെയും കൈവിട്ട് ശിക്ഷ നടപ്പാക്കാനുള്ള അധികാരമൊന്നും ഈ രാജ്യത്ത് ഒരുത്തർക്കുമില്ല. ശിവേട്ട, നീ കണ്ടില്ലേ ടെക്സ്റ്റൈൽസിൽ നിന്ന് പണം മോഷ്ടിച്ചത് ഇവളാ. എന്നോട് ക്ഷമിക്കണം. സരോജൻ തെറ്റ് ചെയ്തെന്ന് സമ്മതിച്ചു. അവളെടുത്ത പണം തിരിച്ചു കൊണ്ടുവരികയും ചെയ്തു. അതെ, ഈ വിഷയം നമുക്ക് ഇതോടെ അവസാനിപ്പിക്കാം. അതല്ലേ നല്ലതച്ചാ? അതെ, ഇത് ഈ 4 ചുവരുകൾക്കുള്ളിൽ തീരട്ടെ. പോലീസും വേണ്ട, പത്മിനിയുടെ കൈവിട്ട ശിക്ഷയും വേണ്ട. ഈ പണം വാങ്ങിച്ച് അലമാരിയെ പൂട്ടിവെക്കാതിരെ. നീ മറ്റാരുടെയും മനസ്സിൽ ഏതെങ്കിലും ചെകുത്താൻ കയറി നിരങ്ങാതിരിക്കട്ടെ. ചേച്ചി, ഇനി ഒരിക്കലും ഇങ്ങനെ ഒരു ചിന്ത ഉണ്ടാവരുത്. ഇനി ഉണ്ടാവില്ല. അതിരെ ഇറങ്ങി പോടി ഇവിടുന്ന്. ദേ, ഈ പരിസരത്തെങ്ങാനും കണ്ട ഇറങ്ങി പോവാനല്ലേ പറഞ്ഞ? അതിരെ, ഹരിയെ ഫോൺ ചെയ്ത് നാളെ രാവിലെ തന്നെ ഇങ്ങോട്ട് വരാൻ പറയണം. ഈ പണം അവനെ ഏൽപ്പിക്കണം. ശരി അച്ഛാ. എനിക്കൊന്ന് കാണണം അവനെ. ശിവേട്ടൻ കാശ് കട്ടെടുത്തു എന്ന് പറഞ്ഞ് ഇവിടെ ഒന്ന് ബഹളം വെച്ച അവനോട് എനിക്കും ചിലത് പറയാനുണ്ട്. ഓ, എന്നിട്ട് വേണം പുതിയ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടാക്കാൻ. എങ്ങനെയെങ്കിലും ഈ കല്യാണം മുടക്കണമല്ലോ നിനക്ക്. എന്താ ശിവേട്ട ഇത്? ഞാൻ മിണ്ടാതെ അവിടെ എങ്ങാനും പോയിരുന്നോണം, മനസ്സിലായോ? എന്ത് നോക്കി നിക്കോടി? നടക്കടി അങ്ങോട്ട്, നടക്കടി. മോളെ, ഇതകത്തുകൊണ്ട് വയ്ക്കും. രക്ഷപ്പെട്ടു. തക്ക സമയത്ത് അത് എന്നോട് പറയാൻ സരോജത്തിന് തോന്നിയത് എത്ര നന്നായി. അല്ലെങ്കിൽ ഇതിനിടെ ആതിര അവളെ ചോദ്യം ചെയ്ത് ഒക്കെ മണിമണിയെ പുറത്തു കൊണ്ടുവന്നേനെ. ആ പമ്പരവിട്ടി സരോജത്തിനാണെങ്കിൽ കക്കാനും അറിഞ്ഞൂടാ, നിക്കാനും അറിഞ്ഞൂടാ. എന്താ? ഒരു കാര്യം പറയാനുണ്ടായിരുന്നു. ഇങ്ങോട്ട് വാ. എന്താ? ആകെ കുഴപ്പമായി ചേച്ചി. എന്ത് കുഴപ്പം? ആ പൈസയുടെ കാര്യത്തില് ആതിരയ്ക്ക് എന്തോ സംശയമുണ്ട്. അതെങ്ങനെ നിനക്കറിയാം? ആതിര ഷീബയെ ചോദ്യം ചെയ്യുന്നത് ഞാൻ കണ്ടതാ. ഷീബ കുഞ്ഞല്ലേ, സഞ്ജിയും കൊണ്ട് ഞാൻ തുണിക്കടയിൽ നിന്ന് ഇറങ്ങിയ കാര്യം അവളങ്ങ് പറയുകയും ചെയ്തു. ആതിര എന്നെ ചോദ്യം ചെയ്യാൻ വരുമെന്ന് ഇപ്പൊ എന്റെ പേടി. എന്താ ചേച്ചി ആലോചിക്കുന്നത്? നിന്നെ എങ്ങനെ രക്ഷപ്പെടുത്താന്നാ ആലോചിച്ചത്. ചേച്ചി പറഞ്ഞിട്ടല്ലേ ഞാൻ ആ കാശ് എടുത്തത്. ഞാൻ പറഞ്ഞിട്ടാണോ നീ ആ സഞ്ചി എടുത്ത് ഈ മുറ്റത്തേക്ക് വലിച്ചെറിഞ്ഞത്? അത് പിന്നെ ഞാൻ പേടിച്ചിട്ട്. കുറ്റം ചെയ്തവരുടെ സ്ഥിര സ്വഭാവം ഇത്. അത് മറ്റു വല്ലവന്റെ തലയെ കൊണ്ടേ വെക്കുക. ആതിര ആ കാശിനെ കുറിച്ച് ചോദിക്കാൻ നിന്നോടാ. അവൾ അത് കണ്ടെടുക്കാൻ നിന്റെ അലമാരെന്നാ. സാരമില്ല, ഒരു വഴിയുണ്ട്. ആതിര ആ പണം നിന്റെ വീട്ടിൽ നിന്ന് കണ്ടെടുക്കുന്നതിന് മുമ്പ് നിനക്ക് ചെയ്യാവുന്ന ഒരു കാര്യമുണ്ട്. ആ പണം മുഴുവനും എടുത്ത് നീ നേരെ ഇങ്ങോട്ട് വാ. എന്നിട്ടേ ഇതൊക്കെ ഈ നാടകത്തിന്റെ ഒരു ഭാഗമാ. അങ്ങനെ കരുതിയാ മതി. അതോടെ നമ്മൾ രണ്ടുപേരും രക്ഷപ്പെടും. പിന്നെ
ആതിര വരുന്നതിന് മുമ്പ് നീ വേഗം ചെല്ല്, സമയം കളയണ്ട. ഓരോ നിമിഷത്തിനും വലിയ വിലയുള്ളതാ. നീ ചെല്ല്. ഒരു മിനിറ്റ് നിക്ക്. ദാ, ഇത് വെച്ചോ. ഇതെന്താ? ഈ നാടകത്തിലെ നടിക്കുള്ള പ്രതിഫലോ. നീ വേഗം ചെല്ല്. അത്യാവശ്യം വരാൻ പറഞ്ഞത്. വരാനും വയ്യ, വരാതിരിക്കാനും വയ്യാന്നായി പോയല്ലോ. നോക്കാം. ഹരിച്ചേട്ടാ, ഗോപിയെ ആതിരൊന്ന് വിളിക്കാമോ? ഇപ്പൊ വിളിച്ചോണ്ട് വരാം ചേട്ടാ. ചേച്ചി, ഹരിച്ചേട്ടൻ വന്നിട്ടുണ്ട്. ഇതാ ചേട്ടന്റെ കാണാതായ 8 ലക്ഷം രൂപയും കവറും. കൊണ്ടുപോയിക്കോളൂ. തുണിക്കടയിൽ നിന്ന് ആരേതെടുത്തേ? പറ ആതിരെ, ആരേതെടുത്തേ? ചേട്ടന് ചേട്ടന്റെ പണം മുഴുവൻ കിട്ടിയില്ലേ, അത് പോരെ? ഇനി അതിന്റെ വിത്തും വേരും ഒക്കെ അന്വേഷിക്കുന്ന എന്തിനാ? അന്വേഷിക്കണം, അതെന്റെ ആവശ്യം. ഇതാരാ എടുത്തെന്ന് അറിയാതെ ഞാൻ ഇവിടുന്ന് പോകുന്ന പ്രശ്നമില്ല. കൂടുതൽ പ്രശ്നം ഉണ്ടാക്കാതെ പോ ഹരിച്ചേട്ടാ. പ്രശ്നം ഉണ്ടാക്കി കഴിഞ്ഞല്ലോ, ഇനി അതിന് പരിഹാരം ചെയ്യണമല്ലോ. ഈ പണത്തിന്റെ പേരില് നമ്മൾ തമ്മിൽ ഒരുപാട് തർക്കങ്ങളും ആരോപണങ്ങളും ഉണ്ടായല്ലോ. അപ്പൊ എനിക്ക് അറിഞ്ഞേ തീരൂ ഇത് ആരാണ് തുണിക്കടയിൽ നിന്ന് എടുത്തതെന്ന്. ആരെയൊന്നും ചെയ്യാനൊന്നുമല്ല, ഇത് കട്ടെടുത്ത ആളുടെ മുഖം എനിക്കൊന്ന് കാണണം, അതിനാ. ശരി, അത്ര നിർബന്ധമാണെങ്കിൽ പറയാം. ഗോപിക, സരോജ ചേച്ചി ഒന്ന് വിളിച്ചേ. ടെക്സ്റ്റൈൽ ഷോപ്പിലെ കസേരയില് ഈ കവർ ഇരിക്കുന്നത് കണ്ട് ആരോ മറന്നു വെച്ചാവുന്ന കരുതി സരോജ ചേച്ചി ചെയ്തെടുത്തത്. നമ്മുടെ പണമാണെന്നൊന്നും ഇവർക്ക് അറിയില്ലായിരുന്നു. ആരെങ്കിലും മറന്നു വെച്ചത് ഇവരെടുത്ത് സ്വന്തം വീട്ടിലേക്ക് കൊണ്ടുവരാണോ ചെയ്യേണ്ടത്? അതാ കടയിൽ കൊടുക്കല്ലേ വേണ്ടത്? തെറ്റല്ലേ സ്ത്രീ ചെയ്തത്? തെറ്റ് തന്നെയാ, അല്ലാന്നൊന്നും ഞാൻ പറഞ്ഞില്ല. അത് നമ്മുടെ പണമാണെന്ന് അറിഞ്ഞപ്പോ അത് ഇവിടെ കൊണ്ടുവന്ന് തന്ന് മാപ്പും പറഞ്ഞു. ഇനി അതങ്ങ് വിട്ടേക്ക്. നിങ്ങളൊക്കെ ഇവർക്ക് മാപ്പ് കൊടുക്കുകയും ചെയ്തു അല്ലേ? ഇതാ കുഴപ്പം. ഈ സ്ത്രീ ഇനി കരുതും എന്ത് കുറ്റം ചെയ്താലും ചുമ്മാ ഒരു മാപ്പങ്ങ് പറഞ്ഞാൽ കുറ്റം കുറ്റമല്ലാതെ തീരുമെന്ന്. പണം കിട്ടിയില്ലേ, ഇനി എന്തിനാ ഈ കൂടുതൽ വർത്താനം? നാട്ടുകാരുടെ സ്വഭാവമൊക്കെ നേരെയാക്കി കൊടുക്കാന്ന് ശപഥം ചെയ്തോ ചേട്ടൻ? ഞാൻ പറഞ്ഞില്ലേ, അതങ്ങ് വിട്ടേക്ക്. പിന്നെന്താ? അറിയാതെ പറ്റിപ്പോയത്. നിങ്ങളുടെ പണമാണ് ഇതെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ അപ്പോഴേ ഇതിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുമായിരുന്നു. അറിഞ്ഞ ആ നിമിഷം ഇതിവിടെ കൊണ്ടുവന്ന് ഏൽപ്പിക്കുകയും ചെയ്തു. എന്നിരുന്നാലും ഞാൻ ചെയ്തത് വലിയ തെറ്റ് തന്നെയാ. ഇവരുടെയൊക്കെ വലിയ മനസ്സാ എനിക്ക് മാപ്പ് തന്നത്. ശരി, അങ്ങനെയെങ്കിൽ അങ്ങനെ. അങ്കിൾ ഇവിടെ ഇല്ല ആതിരെ? എന്തിനാ? എനിക്കൊന്ന് കാണണം. ഇപ്പൊ കാണണ്ട. ചേട്ടൻ കാരണം ആകെ മനസ്സ് വിഷമിച്ചിരിക്കുക അച്ഛൻ. അല്ല, കാണണ്ട. ചേട്ടൻ ചെല്ല്. കണ്ടേ പറ്റൂ. ഞാൻ അകത്തുനിന്ന് കണ്ടോളാം. വേണ്ട. ഇവിടെ വന്ന് നിന്ന് ആ 8 ലക്ഷത്തിന്റെ പേരിൽ എന്റെ അച്ഛനെ കള്ളനാക്കിയ കാര്യം മറന്നുപോയല്ലേ? ഒക്കെ പെട്ടെന്ന് മറക്കുന്ന സ്വഭാവമാണല്ലോ ചേട്ടന്റെ. പണം കാണാതായ ടെൻഷനില് അതെടുത്തോന്ന് ഞാൻ അറിയാതൊന്ന് ചോദിച്ചു പോയി. എന്റെ അച്ഛനോട് ഞാൻ ചോദിച്ചത് അത് തന്നെയായിരുന്നു, ആ പണം എടുത്തോന്ന്. ശരിക്കും ചോദിക്കേണ്ടിയിരുന്നത് ആ പണം അങ്കിൾ കണ്ടോന്നായിരുന്നു. പക്ഷെ മനസ്സിൽ വന്നതല്ല, നാവിൽ വന്നത്. അതിങ്ങനൊരു വലിയ പ്രശ്നം ആക്കില്ലേ ആതിര? നാക്കുപിഴ എല്ലാവർക്കും പലപ്പോഴും പറ്റുന്നല്ലേ? എന്തൊക്കെ പറഞ്ഞാലും എന്റെ അച്ഛനെ ഇപ്പൊ കാണാൻ പറ്റില്ല. സമ്മതിക്കില്ല ഞാനതിന്. ഞാൻ ഇടപെടേണ്ട സമയം ഇവൾ എന്റെ കയ്യിലേക്ക് വച്ചു തന്നിരിക്കുന്നത്.
എന്റെ മോൾ ഇത്രയൊക്കെ പറഞ്ഞിട്ടും നിന്റെ തലേ കേറിയില്ലേ അത്? വേഗം സ്ഥലം വിടാൻ നോക്ക്. എന്താ അമ്മേ നിങ്ങൾ എന്നോട് ഇങ്ങനെയൊക്കെ പറയുന്നത്? ഇവിടെ വന്ന് എന്റെ ഭർത്താവിന്റെ മുഖത്ത് നോക്കി വായിൽ തോന്നിയതൊക്കെ വിളിച്ചു പറയാന്നുള്ള നിന്റെ ധാരണയില്ലേ, അത് തെറ്റി. അതൊക്കെ കേട്ട് അദ്ദേഹം വേദനിച്ചത് എനിക്ക് സഹിക്കാൻ പറ്റില്ല. ശിവേനെ കുറിച്ച് നീ എന്താ വിചാരിച്ചിരിക്കുന്നേ? ജീവൻ തന്നെ പോയാലും മറ്റൊരുത്തന്റെ കാശിന് ആഗ്രഹിക്കാത്ത ആളാ എന്റെ ഭർത്താവ്. അറിയോ നിനക്ക്? ആ മനുഷ്യനെയാ നീ കള്ളനാക്കിയത്. തെറ്റുപറ്റിയെന്ന് ഞാൻ പറഞ്ഞല്ലോ അമ്മേ. നാക്കിവിടെ പറ്റിയെന്ന് പറഞ്ഞല്ലോ. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും അമ്മ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടരുത്. ഞാൻ ഒരു നിമിഷം അങ്കിൾ ഒന്ന് കണ്ടോട്ടെ. പറ്റില്ല. ഹരി പോവാൻ നോക്ക്. ദേ പുറത്തേക്കുള്ള വാതിലാ തുറന്നു കിടക്കുന്നത്. നീ എന്താ അതിനെ മിണ്ടാതെ നിൽക്കുന്നത്? ഇവനോട് പുറത്തിറങ്ങാൻ പറ. ഹ, അമ്മ മിണ്ടാതിരിക്കെ. പറയാനുള്ളതൊക്കെ ഞാൻ പറഞ്ഞോളാം. ഇതുവരെ പറഞ്ഞൊക്കെ ഹരിച്ചേട്ടന് മനസ്സിലായെങ്കിൽ പൊക്കോളൂ. ഇതാ. ഹരി, അങ്കിൾ എന്നോട് ക്ഷമിക്കണം. ഇപ്പോഴും ഞാൻ പറയുന്നു, ഞാൻ അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് തെറ്റായ ഉദ്ദേശത്തോടെ അല്ലായിരുന്നു. ഒരു നാക്കുപിഴയായിരുന്നു. അതിന് ഇങ്ങനൊരു അർത്ഥം ഉണ്ടാവുമെന്ന് ഞാൻ കരുതിയതേയില്ല. അച്ഛൻ എന്നെ ഒരുപാട് വഴക്ക് പറഞ്ഞു. അച്ഛൻ തന്നെ ഇവിടെ ഒന്ന് മാപ്പ് പറയാനും പറഞ്ഞു. പക്ഷേ എനിക്ക് അങ്കിളിനെ നേരിട്ടുകൊണ്ട് മാപ്പ് പറയണം തോന്നി. അയ്യോ, ഒരു ഇള്ള കുട്ടി. പറയുന്ന വാക്കിന്റെ അർത്ഥം അറിയാത്ത ചെല്ല കുട്ടി. സ്വന്തം അച്ഛൻ പറഞ്ഞ് മനസ്സിലാക്കി തരണോ അതൊക്കെ, അല്ലേ? ആരെയാ നീ വിഡ്ഢിയാക്കാൻ നോക്കുന്നത്? എന്നോട് ക്ഷമിച്ചെന്ന് പറയെങ്കിൽ. ഇല്ല, ക്ഷമിക്കില്ല. തെറ്റ് ചെയ്തെങ്കിലല്ലേ ക്ഷമിക്കേണ്ടതുള്ളൂ മോനെ. നീ തെറ്റൊന്നും ചെയ്തില്ലല്ലോ. ആ സമയത്ത് നിന്റെ സ്ഥാനത്ത് ഞാനായിരുന്നാലും അങ്ങനെയൊക്കെ ചോദിച്ചു പോകും മോനെ. പിന്നെ ഇരുന്ന് ആലോചിച്ചപ്പോഴാ എനിക്കത് ബോധ്യമായത്. നിന്നോട് എനിക്കിപ്പോ ഒരു വിരോധവും ഇല്ല. എനിക്ക് സമാധാനമായി. സാരമല്ലോ, കഴിഞ്ഞതൊക്കെ നമുക്ക് മറക്കാം. അഡ്വാൻസ് കൊടുക്കാനുള്ളതൊക്കെ ഇങ്ങോട്ട് കൊടുത്തേക്ക്. ശരി അങ്കിൾ, നീ എന്നോട് ക്ഷമിക്കാതിരെ. എന്റെ അച്ഛൻ മാപ്പ് തന്നിരിക്കാം, പക്ഷെ ഞാൻ തന്നിട്ടില്ല. ചേട്ടൻ പൊക്കോ. എന്താ? ഞാനിപ്പോ വരാം. ആതിരയ്ക്ക് കല്യാണ പുടവയായി കൊടുക്കാൻ 1,12,000 രൂപ വിലയുള്ള പട്ടുസാരി വാങ്ങി കൊടുത്തേക്കുവാ ആ അറുപിശുക്കൻ. എങ്ങനെ എനിക്കങ്ങോട്ട് വ്യക്തമായില്ല. ഹരികൃഷ്ണൻ എന്ത് ചെയ്തു? 1,12,000 രൂപയുടെ സാരിയാ ആ ഹരി വാങ്ങിയത്. നീ ചുമ്മാ തമാശ പറയാതെ മോളെ, അതൊന്നും ഒരിക്കലും സംഭവിക്കാത്ത കാര്യം. ഡാഡിക്ക് വിശ്വാസമായില്ലെങ്കിലേ അമ്മയെ വിളിച്ചൊന്ന് ചോദിച്ചു നോക്കിയേ. ശോഭയ്ക്ക് എങ്ങനെ അറിയാനാ? അമ്മ ഉണ്ടായിരുന്നല്ലോ ടെക്സ്റ്റൈൽ ഷോപ്പില്. അപ്പൊ പിന്നെ ഒരു സംശയവും വേണ്ട. ആ സാരിയുടെ വില കൊടുത്തത് ശോഭ തന്നെയാ. അല്ലാതെ ആ ചെറുക്കൻ അത്രയും വലിയ സംഖ്യ ഒന്നും കൊടുക്കാൻ വഴിയില്ല. അവിടെ എന്തോ ഒന്നുണ്ടായിട്ടുണ്ട്. ആ ആതിരയുടെ ഒരു രണ്ടാനമ്മയില്ലേ, അവരാ നിർബന്ധം പിടിച്ച് 1,12,000 സാരി എടുക്കണമെന്ന്. അപ്പൊ അമ്മ പറഞ്ഞു എത്രയായാലും അമ്മ കൊടുക്കാമെന്ന്. അവളത് ചെയ്യും, എനിക്കുറപ്പാ. അമ്മ കൊടുത്തു കാണും ഡാഡി. അല്ലെങ്കിൽ അത്രയും കാശ് കൊടുക്കുന്ന കാര്യം ഓർത്ത് ആ ഹരി രക്ഷപ്പെട്ട് ഓടില്ലായിരുന്നോ? ഇതിങ്ങനെ വിട്ടാ വലിയ പ്രശ്നമാകും രാജ.
ഇവള് നിന്റെ കാശൊക്കെ ഇതുപോലെ ദൂർത്തടിച്ച് എന്നെങ്കിലും ഒരു ദിവസം നിന്നെ തെരുവിൽ തെണ്ടാൻ വിടും. എന്നിട്ട് അവൾ അവരുടെ കൂടെ സുഖമായിട്ട് അങ്ങ് ജീവിക്കും. ഡാഡി ഒന്ന് ചോദിക്ക് ഡാഡി എന്താ ഉണ്ടായെന്ന്. ശോഭേ, ശോഭേ, എന്താ രാജേട്ടാ, എന്തിനു വിളിച്ചേ? നീ നിന്റെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് ഇന്ന് 1.25 ലക്ഷം രൂപ എടുത്തോ? ഇല്ലല്ലോ. ഉണ്ടല്ലോ, നോണ പറയല്ലേ. ഒരു ടെക്സ്റ്റൈൽ ഷോപ്പിൽ കൊടുക്കാനായിട്ട് കാശ് എടുത്തില്ലേ? എന്റെ ബാങ്കിന്റെ പാസ്ബുക്ക് നിന്റെ കയ്യിലാണോ? അയ്യോ, എന്റെ കയ്യിലൊന്നും ഇല്ലേ. 1,12,000 സാരി അമ്മയാ വാങ്ങി കൊടുത്തേന്ന് കടയുടമ പറഞ്ഞല്ലോ. കടയുടമ നിന്നോടാണോ പറഞ്ഞേ? ഫോണിലാണോ പറഞ്ഞേ അതോ നേരിട്ടോ? അയാളെ ഒന്ന് വിളിക്ക്, ഞാനും ഒന്ന് ചോദിക്കട്ടെ ആ ഷോപ്പ് ഓണറോട്. ആ അസത്ത് ചെറുക്കന് കല്യാണ പുടവ എടുക്കാൻ കാശ് കൊടുക്കാവെന്ന് നീ പറഞ്ഞോ? അതെ പറഞ്ഞു. കണ്ടോ രാജ, ദേ സത്യം പുറത്തു വരുന്നു. 1.25 ലക്ഷം കൊടുക്കാന്നല്ല ഞാൻ പറഞ്ഞത്, എത്ര വേണമെങ്കിലും കൊടുക്കാന്ന്. അപ്പോ ഒറ്റ പൈസ വേണ്ടാന്നും പറഞ്ഞ് അവൻ എന്റെ നേർക്ക് ഒരൊറ്റ ചാട്ടം. അതാ ഉണ്ടായത്. ഏതോ സംഭവത്തിന്റെ മുക്കും മൂലയും കണ്ടുവന്നിട്ട് ഈ പെണ്ണും എന്റെ നാത്തൂനും ഇവിടെ ഇരുന്ന് വളവിളാന്ന് പറയുന്നത് കേട്ട് രാജേട്ടൻ വാളെടുക്കല്ലേ. കാശെന്ന് കേൾക്കുമ്പോ ഇവിടെ ചിലരൊക്കെ 32 പല്ലും കാട്ടി ഇളിച്ചു നിൽക്കും പോലെ ഹരി നിന്നില്ല. അതാ സത്യം. അക്കാര്യത്തിലൊക്കെ വലിയ അഭിമാനിയാവൻ. ഹോ, ചേച്ചിയുടെ മകനെ പുകഴ്ത്തുന്നതിനിടെ വേറെ ആർക്കൊക്കെ ഒരു കുത്തും. ചിലരൊക്കെ ഇളിച്ചു നിൽക്കും പോലെയെന്ന്. അതാരാ ശോഭേ? ഓ, കൊണ്ടല്ലേ, മർമ്മത്തിൽ തന്നെ അത് കൊണ്ടല്ലേ. എന്നെയും എന്റെ ഭർത്താവിനെയും തമ്മിൽ തെറ്റിക്കാൻ നോമ്പ് നോറ്റ് നടക്കുന്ന നിങ്ങൾ അത്രയ്ക്ക് ബുദ്ധിയില്ലാത്തവളല്ലെന്ന് എനിക്കിപ്പോ മനസ്സിലായി. നാത്തൂനെ കേട്ടോ, എന്റെ ചേച്ചിയുടെ മകന്റെ കല്യാണ ചിലവ് മുഴുവൻ വഹിക്കാൻ ഞാൻ തയ്യാറാ. പക്ഷേ അവൻ നിങ്ങളെപ്പോലെയല്ല, കുറച്ച് അഭിമാനമൊക്കെ ഉള്ള കൂട്ടത്തില. അതുകൊണ്ട് എന്റെ കയ്യിൽ നിന്ന് ഒരൊറ്റ രൂപ പോലും വാങ്ങില്ലെന്ന് അവൻ തറപ്പിച്ചു പറഞ്ഞു. അവന്റെ ദൃഢനിശ്ചയം കണ്ടപ്പോ ഒരു കാര്യം എനിക്ക് വ്യക്തമായി. നിങ്ങളൊക്കെ എത്ര തലകുത്തി നിന്ന് മുടക്കാൻ ശ്രമിച്ചാലും ഈ കല്യാണം നടക്കുക തന്നെ ചെയ്യും. ഇനി ഞാൻ ഇവിടെ നിന്നാലേ ഇവിടെ ആര് ഇന്നത്തെ ദിവസം ചോറുണ്ടില്ല. ഞാൻ അടുക്കളയിലോട്ട് ചെല്ലട്ടെ. ഇവളുടെ അഹങ്കാരത്തിന് നീ ഇങ്ങനെ വളം വെച്ച് കൊടുത്തിട്ടാ ഇവളിങ്ങനെ. അമ്മ കിടന്നങ്ങനെ തിമർക്കട്ടെ പച്ചി. അതിനേക്കാളും വലിയ കളികളൊക്കെ എന്റെ കയ്യിലുണ്ട്. അതെന്റെ അമ്മ കാണാൻ കിടക്കുന്നതേ ഉള്ളൂ. നടക്കില്ല പച്ചി ഈ കല്യാണം. ആരൊക്കെ മെനക്കെട്ട് കളത്തിലിറങ്ങി തുള്ളിയാലും ഇത് നടക്കില്ല. എന്തോ പറയാനുണ്ടെന്ന് പറഞ്ഞിട്ട് കുറെ നേരം ആയല്ലോ ശേഖര, ഇങ്ങനെ മൗനമായിട്ടിരിക്കുന്നു. എന്താ കാര്യം? എന്താ കാര്യം ഒന്ന് പറ. പറയാതെ തന്നെ നിനക്ക് അറിയില്ലേ ശിവ, എന്റെ മകൻ നിന്നോട് ചെയ്തത് വലിയൊരു തെറ്റാ, ഒരിക്കലും പൊറുക്കാനാവാത്ത തെറ്റ്. അങ്ങനെ ഒരു തെറ്റില്ല ശേഖര. സ്നേഹമുള്ള മനസ്സുകൾക്ക് പൊറുക്കാൻ കഴിയാത്ത ഒരു തെറ്റുമില്ല. അത് നീ നിന്റെ നല്ല മനസ്സുകൊണ്ട് പറയുന്ന. എന്നാലും എന്റെ കടമ ഞാൻ ചെയ്യണം. എന്റെ മകൻ ചെയ്ത തെറ്റിന് ഞാൻ നിന്നോട് മാപ്പ് ചോദിക്കണം. ഇങ്ങനെയൊന്നും പറയല്ലേ ശേഖര. വാസ്തവത്തിൽ തെറ്റ് എന്റേതാ. വലിയൊരു തുക കാണാതെ പോയതിന്റെ മനോവേദനയിലാ ഹരി എന്റെ അടുത്ത് വന്ന് ആ കാശ് ഞാൻ എടുത്തോന്ന് ചോദിച്ചത്. ഞാനാ എടുത്തു ചാടി അതൊരു ആരോപണമാണെന്ന് തെറ്റിദ്ധരിച്ച് അവനോട് ദേഷ്യം കാണിച്ചത്. മനസ്സിൽ തോന്നിയതല്ല നാവിൽ വന്നതെന്ന് ഹരി പിന്നീട് വന്ന് പറയുകയും ചെയ്തു. പണം കണ്ടോ എന്നതിന് പകരം പണം എടുത്തോ എന്നായിപ്പോയി. മനസ്സാകെ പിടഞ്ഞു നിൽക്കുമ്പോ ഇത്തരം അബദ്ധങ്ങൾ സാധാരണമല്ലേ ശേഖര. അത് മനസ്സിലാക്കാതെ ഞാനും എന്തൊക്കെയാ പറഞ്ഞുപോയി. വാസ്തവത്തിൽ ഞാനാ നിന്നോട് മാപ്പ് ചോദിക്കേണ്ടത്. അയ്യോ, എന്താ നീ ഈ പറയുന്നത്? ശരി, അതൊക്കെ കഴിഞ്ഞ കാര്യം, അത് വിട്ടേക്ക്. പിന്നെ വീട്ടില് അമ്മയൊക്കെ സുഖമായിരിക്കുന്നല്ലോ അല്ലേ? സുഖമായിരിക്കുന്നു ശിവ. കുറച്ചു നേരം ആയോ അങ്കിള് വന്നിട്ട്? ഇല്ലില്ല, ഇപ്പൊ വന്നതേ ഉള്ളൂ. വാസ്തവത്തിൽ ശിവനോട് മാപ്പ് ചോദിക്കാനാ ഞാൻ വന്നത്. ഹരി ശിവനെ അവമാനിച്ചതിന് മാപ്പ് ചോദിക്കാൻ. അത് ചോദിക്കേണ്ട കടമ എനിക്കുണ്ട്. നീയും എനിക്ക് മാപ്പ് തരണം മോളെ. അതിന് അത്ര എളുപ്പത്തിൽ പൊറുക്കാവുന്നൊരു തെറ്റല്ലല്ലോ ഹരിച്ചേട്ടൻ ചെയ്തത്. അങ്ങനെ പറയലേ മോളെ. ഇങ്ങനെ വാശി പിടിക്കല്ലേ മോളെ. ഇത് വാശിയൊന്നും അല്ല അച്ഛാ.
എന്റെ അച്ഛനെ അപമാനിച്ച ആളോട് അത്ര പെട്ടെന്നൊന്നും ക്ഷമിക്കാൻ എനിക്ക് കഴിയില്ല. അച്ഛൻ ക്ഷമിച്ചാലും ഞാൻ ക്ഷമിക്കില്ല. ഇതെന്റെ ഒരു സ്വഭാവമാണെന്ന് കൂട്ടിക്കോളൂ. കുട്ടിക്കാലം മുതലേയുള്ള എന്റെ സ്വഭാവം. ഞാനിതേപ്പറ്റി ശരിക്കും ഒന്ന് ആലോചിക്കട്ടെ, എന്നിട്ട് പറയാം. അതുവരെ ചേട്ടനോട് ഒരു വിട്ടുവീഴ്ചയും ചെയ്യാൻ എന്റെ മനസ്സെന്നെ അനുവദിക്കില്ല. മോളെ, നിങ്ങൾ തമ്മിലുള്ള കല്യാണത്തിന്റെ തയ്യാറെടുപ്പുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയല്ലേ. അതിനിടയ്ക്ക് നീ ഇങ്ങനെ വാശി പിടിച്ച് ഒഴിഞ്ഞു നിൽക്കുന്നത് ശരിയല്ല. കല്യാണത്തിന്റെ തയ്യാറെടുപ്പുകൾ അതിന്റെ വഴിക്ക് നടക്കട്ടെ. അത് വേണ്ടാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. അതും ഇതും തമ്മിൽ കൂട്ടിക്കുഴക്കണ്ട. രണ്ടും രണ്ടാ. മതി, ഇത് കേട്ടാ മതി.